പൊക്കിയാൽ മതിയായിരിക്കും മുകളിലേക്ക്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇടുക്കി കേക്ക് സ്റ്റോറീസ്. എൻ്റെ പേര് അവനി. നമ്മുടെ ഷോർട്ട് വീഡിയോ കണ്ട ഗിഫ്റ്റിൻ്റെ അൺബോക്സിങ് കാണാൻ വന്നവരായിരിക്കുമല്ലേ നിങ്ങൾ ഓരോരുത്തരും. അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ സ്പെഷ്യലായിട്ട് ചെയ്തേക്കുന്നത് എൻ്റെ അച്ഛയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. അച്ഛയുടെ പിറന്നാളായിരുന്നു, 64 വയസ്സ് തികയാണ് ആൾക്ക്. അപ്പം എന്താ വെറൈറ്റി ആയിട്ട് ചെയ്യുക എന്ന് ഓർത്തപ്പോഴാണ് നമ്മുടെ ഈ ഓൾമങ്ങിൻ്റെ മോഡലിൽ കേക്ക് ചെയ്യാമെന്ന് കരുതിയത്. ഈ ഒരു കേക്ക് നമ്മൾ 1 kg ബാറ്ററിൽ റെക്റ്റാങ്കിളായിട്ടാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ടിൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിൽ നമ്മൾ ബേക്ക് ചെയ്തെടുത്തതിന് ശേഷം ഗ്രീൻ ആപ്പിൾ ഫ്ലേവേറിലാണ് കേക്ക് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ ടോപ്പിലായിട്ട് ക്രീമൊക്കെ കൊടുത്ത് ഫില്ലിംഗ് ഒക്കെ കൊടുത്തതിന് ശേഷം ചെറിയ രീതിയിൽ നമ്മൾ ആ ഒരു ബോട്ടിലിൻ്റെ മോഡൽ ടൂത്ത് പിക്ക് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ടൂത്ത് പിക്ക് വെച്ച് അതൊരു ബ്ലൂ ലൈൻ പോലെ കൊടുത്തതിന് ശേഷമാണ് നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പിൽ നമുക്ക് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ആവശ്യമില്ലാത്ത പോർഷൻസ് മാത്രം റിമൂവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ആ ഒരു ബോട്ടിലിൻ്റെ ഷേപ്പ് കിട്ടും. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം ബാക്കി പ്രോസസ്സിങ് നോക്കാവേ. ഇപ്പം നമ്മളത് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കേക്കിൻ്റെ ടോപ്പിലായിട്ടും സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് കേക്ക് കാണുന്ന സൈഡിലൊക്കെ നമുക്ക് ക്രം കോട്ട് ചെയ്ത് വിടാം. ക്രം കോട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മളിതിൽ ഡിസൈനിങ് തുടങ്ങുന്നത്. നമ്മുടെ ഫിനിഷിങ് ക്രീമിൽ ചെയ്തതിന് ശേഷമേ നമുക്കിതിൻ്റെ ടോപ്പിലായിട്ട് ചോക്ലേറ്റ് ഗനാഷെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ഈ കേക്കിൻ്റെ ക്രം മൊത്തം നമ്മുടെ ആ ചോക്ലേറ്റ് ഗനാഷയിൽ സ്പ്രെഡ് ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആദ്യം ഇതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ അച്ഛന് എന്ത് ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ളൊരു ആലോചനയിലായിരുന്നു ഞാൻ. ആദ്യം ഈ ഒരു കേക്ക് തന്നെ കൊടുക്കാമെന്ന് കരുതിയിരുന്നപ്പോഴാണ് ഹസ്ബൻഡിൻ്റെ വക ഇപ്പോൾ കൊടുത്തിട്ടുള്ളൊരു ഗിഫ്റ്റിൻ്റെ സജഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനും അതൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്കും അത് നല്ലൊരു ഐഡിയ ആണ് എന്ന് തോന്നിയിട്ട് ഞങ്ങൾ രണ്ടും കൂടെ പ്ലാൻ ചെയ്ത് സിസ്റ്ററിൻ്റെ അടുത്തും വിളിച്ച് പറഞ്ഞതിന് ശേഷം നമ്മൾ ഇത് തന്നെ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് കരുതി അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഗിഫ്റ്റായിരുന്നു ഇത്. എന്തായാലും അച്ഛനത് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പം വളരെയധികം സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം പേഴ്സണലി ആൾക്ക് ആ ഒരു മേഖലയിൽ വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായതുകൊണ്ടാണ് പെട്ടെന്ന് നമ്മൾ കൊടുത്ത ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇങ്ങനൊരു ഗിഫ്റ്റ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ട് നല്ല രീതിയിൽ സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു. ഇനി കേക്കിൻ്റെ വിശേഷത്തിലേക്ക് വന്നാൽ നമ്മൾ കേക്കിൻ്റെ ടോപ്പിലും സൈഡിലും എല്ലാം ക്രം കോട്ട് ചെയ്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോട്ടിങ് ഏകദേശം ഫിനിഷ് ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ പൈപ്പിംഗ് ബാഗിലാണ് ക്രീം ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പൈപ്പിംഗ് ബാഗിൽ തന്നെ ക്രീം അതിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഫിനിഷ് ചെയ്തെടുക്കുന്നത്. ചെറിയ രീതിയിൽ അറ്റത്തൊരു ചെറിയ കട്ടിങ് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ചെയ്യുമ്പം കുറച്ചുകൂടി നന്നായിട്ട്, അത് ഏതൊരു കേക്കിനായാലും ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഭംഗിയിലും നല്ല ഷേപ്പിലും കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇങ്ങനെയൊന്നും ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഈ ക്രീം നമുക്ക് ഫുള്ളായിട്ട് കേക്കിലേക്ക് സ്പ്രെഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്.
നമ്മൾ കേക്കിൻ്റെ ടോപ്പിലും സൈഡിലും ഒക്കെ ആയിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫിനിഷ് ചെയ്തെടുക്കാം. പല്ലൻ നൈഫിനേക്കാൾ കൂടുതൽ എളുപ്പത്തിൽ ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനൊരു സ്ക്രാപ്പർ വെച്ചിട്ടാണ്. പ്ലാസ്റ്റിക് സ്ക്രാപ്പറാണ്. അപ്പോൾ ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ പിടിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. അതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനത്തെ സ്ക്രാപ്പറൊക്കെ നമുക്ക് കേക്കിൻ്റെ ഷോപ്പിൽ ഒരു സെറ്റായിട്ട് തന്നെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. വേണ്ടവർ പറയാം, ഞാൻ ലിങ്ക് ബയോയിൽ കൊടുത്തേക്കാം. അപ്പം ഈ സ്ക്രാപ്പർ വെച്ച് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മളതൊരു ഏകദേശം ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഷേപ്പ് ഇപ്പം മൊത്തത്തിൽ കറക്റ്റായി എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ചോക്ലേറ്റ് ഗനാഷയും കൂടെ ഒഴിച്ചു കൊടുത്തു കഴിയുമ്പോൾ നല്ല ഷേപ്പ് തന്നെ നമുക്ക് കിട്ടും. സ്ക്രാപ്പർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ട സൈഡൊക്കെ നല്ല രീതിയിൽ ലാസ്റ്റായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ടോപ്പിലായിട്ട് ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇപ്പം ഷേപ്പ് കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ആ രീതിയിൽ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയെന്നും ഞാൻ പറയില്ല, പക്ഷെ എന്നാലും ഒരു ബോട്ടിലിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുള്ള പോലെ തോന്നിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ടോപ്പിലായിട്ട് ചോക്ലേറ്റ് ഗനാഷെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് പതിയെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു പല്ലൻ നൈഫ് വെച്ച് സെറ്റ് ചെയ്ത് സൈഡും ടോപ്പും ഒക്കെ ഫിനിഷ് ചെയ്തെടുക്കുക.
ഫിനിഷ് ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന എൻ്റെ വലിയ പല്ലർ നൈഫ് തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്. സൈഡും ടോപ്പും ഒക്കെ നമ്മൾ ഈ സെയിം പല്ലർ നൈഫ് വെച്ച് തന്നെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഭാഗം ക്രീം ഇല്ലാത്തടം നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷമാണ് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് ബാക്കി പരിപാടി ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പ്രിൻ്റ് വെച്ച് കൊടുക്കാം. ഈ ഒരു പ്രിൻ്റ് എടുത്തപ്പോൾ കുറച്ച് കളറ് ഡള്ളായിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മുടെ വീട്ടിലേക്ക് ആയതുകൊണ്ട് ഞാനത് മാറ്റാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. ഒരിച്ചിരി ലൈറ്റ് ബ്ലൂ കളർ കയറി വന്നതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നാലും ചെയ്തു വന്നപ്പം അടിപൊളിയായിട്ടുണ്ടായിരുന്നതാണ് ഹസ്ബൻഡും അച്ഛനും അമ്മയും എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് ഓൾഡ് മങ്ങിൻ്റെ ബോട്ടിലിൻ്റെ ടോപ്പിലായിട്ടുള്ളതുപോലെ തന്നെ ചെറിയൊരു ഡിസൈൻ കൊടുക്കാം. ലൈൻ ആയിട്ടുള്ള ഡിസൈനാണ്. അത് കൊടുത്തപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഷോൾഡർ പെയിൻ അനുഭവപ്പെട്ടത്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു ഡിസൈൻ ആയിരുന്നു അത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈനും കൂടെ ഫിനിഷ് ചെയ്തെടുക്കാം. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഈ ഒരു കേക്ക് ചെയ്യുന്ന സമയത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ആദ്യത്തെ കാര്യം, ഇതിപ്പം ആദ്യമായിട്ട് ചെയ്യുന്നൊരു മോഡലാണ്. അത് നല്ല രീതിയിൽ തന്നെ കിട്ടുമോ എന്നുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ട് ചെന്നിട്ട് അച്ഛൻ എന്തെങ്കിലും പറയുമോ എന്നുള്ളൊരു ടെൻഷൻ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെയൊന്നും പറയാത്തൊരാളായതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നാത്തൂനെ വിളിച്ച് ഈ ഒരു കാര്യം പറഞ്ഞപ്പം അച്ഛനെ വലിയ കുടികാരനാക്കുവാണ്, അച്ഛനെ നാണം കെടുത്തുമോ എന്നൊക്കെയായിരുന്നു ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഈ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം ഇടയ്ക്കിടയ്ക്ക് അച്ചാച്ചൻ വന്ന് ഷേപ്പ് നോക്കി സപ്പോർട്ട് ചെയ്യാറുണ്ടായിരുന്നു. ഷേപ്പ് അതുപോലെ ആയിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ ഏത് പുതിയ മോഡൽ ചെയ്താലും അച്ചാച്ചൻ ആ ഒരു സപ്പോർട്ട് തരാറുണ്ട്. പിന്നെ ഇടയ്ക്ക് അമ്മച്ചി വന്നൊരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കേട്ടിട്ട് നമുക്കിതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അല്ല, വാവശത്ത് അടപ്പ് വെക്കണം. അടപ്പൂടെ ഉണ്ടായാലേ കുപ്പിയാന്നുള്ളൊരു
നമ്മൾ ബോട്ടിൽ ഡിസൈൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അമ്മച്ചി പറഞ്ഞ പോലെ നമ്മൾ ഫോണ്ടൻറ്റ് വെച്ചിട്ടുള്ള ഒരു ക്യാപ്പ് കൊടുക്കുകയാണ്. ക്യാപ്പ് നമ്മൾ ഫോണ്ടൻറ്റ് ചെയ്തെടുത്ത് അതിൽ തന്നെ ചെറിയൊരു ഡിസൈൻ കൊടുത്തതിന് ശേഷം ആ ഒരു ഡിസൈനിന് നമ്മൾ ഗോൾഡൻ ഡസ്റ്റ് വെച്ച് കുറച്ച് വാട്ടർ ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കൂടി വിടുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരുപാട് സന്തോഷം തോന്നി. നമ്മളെ ഇത്രയും കാലം വളർത്തി വലുതാക്കിയ ഒരാൾക്ക് ആൾ ആഗ്രഹിച്ചതുപോലെ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ മക്കൾക്കും വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുന്നൊരു നിമിഷമാണ്. ഒത്തിരി വലുതല്ലെങ്കിൽ പോലും അത് ആൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുക എന്ന് കണ്ടു കഴിയുമ്പം പൊതുവെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഒരുപാട് സന്തോഷവും ഒരു അഭിമാനവും തോന്നുന്നൊരു നിമിഷമായിരുന്നു. അപ്പോൾ ഈ ഒരു ഹൈലൈറ്റിങ് നമുക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം ബാക്കി വീഡിയോ കാണാവേ. അങ്ങനെ നമ്മൾ കേക്ക് ഫുള്ള് ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഒരുപാട് പെർഫെക്റ്റ് ആയി എന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റി എന്നുള്ളൊരു സന്തോഷമുണ്ട്. ഇനിയാണ് നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന നമ്മുടെ ഗിഫ്റ്റിൻ്റെ അൺബോക്സിങ്. ഗിഫ്റ്റ് നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ആൾ പുറത്തിറങ്ങി നോക്കുന്നുണ്ടായിരുന്നു. ഇത്രയും വലിയ ബോക്സ് കണ്ടപ്പോൾ തന്നെ എന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഗിഫ്റ്റ് കൊണ്ടുവച്ചതിന് ശേഷം അനിയത്തെ കൂടി വീഡിയോ കോൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തത്. അവൾ ഹൈദരാബാദ് നഴ്സിങ്ങിന് പഠിക്കുകയാണ്. ഇനി ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തിട്ട് വരാവേ. സന്തോഷമാവും. പൊടിയാ ഇഷ്ടപ്പെട്ടോ? പേര് പറയടി. അങ്ങനെ നമ്മൾ അവൾക്ക് പേര് വരെ ഇട്ടിട്ടുണ്ട്. നമുക്ക് നേരത്തെ വീട്ടിലൊരു ലാബ് ഉണ്ടായിരുന്നു, ആളുടെ പേരായിരുന്നു മിസ്സി.
ആ സെയിം പേര് തന്നെ നമ്മൾ ആൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗിഫ്റ്റ് അച്ഛയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പൊതുവേ അച്ഛൻ സർവീസിലിരുന്ന കാലം തൊട്ടേ, സർവീസിലിരുന്ന കാലം എന്നല്ല, അച്ഛയ്ക്ക് പൊതുവേ ഈ ഒരു മേഖലയിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. മൃഗങ്ങളെ വളർത്തുന്നു, പക്ഷികളെ വളർത്തുക, കൃഷി ചെയ്യുക എന്നുള്ള ഈ വക കാര്യങ്ങളിലൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ പുതിയ പുതിയ ഐറ്റംസൊക്കെ വിളവെടുക്കുമ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അച്ഛൻ സർവീസിലിരുന്ന സമയത്ത് അച്ഛയുടെ കൊളീഗ്സിനെ എല്ലാം പൊതിഞ്ഞു കൊണ്ട് കൊടുക്കുക. പിന്നെ ഇങ്ങനെ വയ്യാതെ വരുന്ന മൃഗങ്ങളെയൊക്കെ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ അതിനെ എടുത്തുകൊണ്ട് വരിക, വളർത്തുക, ഈ വക കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അങ്ങനെയുള്ളപ്പം ഈ ഒരു ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ആൾ വളരെയധികം സന്തോഷമായിട്ടുണ്ട്. ആദ്യം താങ്ക്സ് പറയേണ്ടത് എൻ്റെ ഹസ്ബൻഡിന് തന്നെയാണ്. ആളാണ് ഇങ്ങനൊരു ഐഡിയ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഉണ്ടല്ലോ, ഇപ്പോൾ അച്ഛൻ വീട്ടിൽ തന്നെയാണ്. അമ്മ ജോലിക്ക് പോയി കഴിയുമ്പം എപ്പോഴും ആൾ വിളിച്ച് സങ്കടം പറയാറുണ്ട്. കല്യാണത്തിന് മുമ്പ് ഞാനുണ്ടായിരുന്നു, പിന്നെ അവൾ പഠിക്കാൻ കൂടി പോയി കഴിഞ്ഞപ്പോൾ പകൽ മൊത്തം ആൾ തന്നെയാണ്, മിണ്ടാനും പറയാനും ആരുമില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. ആ ഒരു പരാതി ഇതോടുകൂടി തീർന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു കാര്യത്തിൽ എൻഗേജ് ആകുമ്പം അങ്ങനെ തനിച്ചാണ് എന്നുള്ളൊരു തോന്നൽ വരില്ല. അങ്ങനെ നമ്മൾ ആളെ കൂട്ടിന്ന് ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം പുറത്തൊക്കെ വിട്ട് നമ്മുടെ റൂമിലൊക്കെ എല്ലായിടത്തൂടെ ഒന്ന് പറഞ്ഞു വിട്ട് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ആളെ തിരിച്ച് കൂട്ടിൽ തന്നെ ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കേക്ക് കട്ടിങ് ആയിരുന്നു. കേക്ക് കട്ടിങ്ങിൽ അച്ഛൻ അടിപൊളി ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൂടി കണ്ടിട്ട് വരാം. എന്നെ മുറിപ്പൊടിയനാക്കാന്നോടി. അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ അല്ലേ? പക്ഷേ എപ്പോഴും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പം എല്ലാവരും ഒന്ന് കൂടുമ്പോഴൊക്കെയാണ് അച്ഛൻ ആകെ കൂടി കഴിക്കാറുള്ളത്. അത് ഞങ്ങൾ ആരും തടസ്സം നിൽക്കാറുമില്ല. കാരണം അവരുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ ആ നിമിഷമാണ് കിട്ടാറുള്ളത്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കേക്ക് നല്ലതാണെന്ന് ആരും പറയാത്തത് കൊണ്ട് തന്നെ ഞാൻ തന്നെ മുൻകൈ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവർ കൂടി ആ കാര്യം ഓർക്കുന്നത്. അങ്ങനെ നല്ല കേക്കായിരുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഗ്രീൻ ആപ്പിൾ ഫ്ലേവേർഡിലായിരുന്നു കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് അച്ഛയമ്മയെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും ആക്രാന്തം മൂത്ത ആദ്യം തന്നെ പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അമ്മ പറഞ്ഞപ്പോഴാണ് അച്ഛയ്ക്ക് കേക്ക് ഷെയർ ചെയ്തില്ലല്ലോ എന്നുള്ള കാര്യം ഓർക്കുന്നത്. അമ്മ പറഞ്ഞു കഴിഞ്ഞാണ് നമ്മൾ അച്ഛയ്ക്ക് കേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു കാര്യം മിസ്സായി പോയായിരുന്നു കേട്ടോ. അങ്ങനെ കേക്കൊക്കെ ഷെയർ ചെയ്തതിന് ശേഷം നമ്മൾ കേക്ക് കട്ടിങ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അനിയത്തിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ട സമയമായിട്ടുണ്ടായിരുന്നു. അവളിവിടെ ഇല്ലാത്തതിൽ അച്ഛയ്ക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. അവൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി സന്തോഷമായേനെ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാ പരിപാടിയും വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇനിയും വീഡിയോസ് കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.